മാലിക് അനസ് മാലിക് റളിയല്ലാഹു തആല ചെറിയ കുട്ടിയാകുമ്പോൾ ഉമ്മ കയ്യും പിടിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, എൻ്റെ മോനെ അനസ്, നിങ്ങൾക്ക് ഹിദ്മത്തിനാണ്, നിങ്ങൾക്ക് ഹിദ്മത്തിന് ഞാൻ തങ്ങളേക്ക് തന്നു, നിങ്ങൾ നയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ അനസ് മാലിക് റളിയല്ലാഹു തആല അന്നു 10 വർഷക്കാലം ഹബീബായ നിബിതങ്ങൾക്ക് സേവനം ചെയ്തു എന്നാണ് പറഞ്ഞു. അങ്ങനെ ഹബീബായ നിബിതങ്ങൾ ഒരു വടി സമ്മാനമായി കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ചെറിയ വടിയും ത്വാഹ നബിയിൽ നിന്ന് അനസ് ബിൻ മാലിക്കിനുള്ളതായി പറയുന്നു. അത് തൻ്റെ ഖബറിൽ മറവ് ചെയ്തിട്ടുള്ളതാ, അതിൽ തൻ്റെ സിയ്യത്തുള്ളതായി പറയുന്നതാ. ഹബീബായ നബി തങ്ങൾ അനസിന് സമ്മാനിച്ച വടി, അത് അനസ് റളിയല്ലാഹു തആല അൻഹു സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ മരിച്ചാലിത് ഖബറിൽ വെക്കണം എന്ന്. അതുപോലെ സ്വപ്നവും രാത്രിയിൽ തന്നിക്കുണ്ട്, അതിൽ ത്വാഹ നബിയെ കാണലും പതിവുണ്ട്. എല്ലാ ദിവസവും അള്ളാഹിൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുന്നു. ശരിക്കും കണ്ട ആളാണ്, സ്വപ്നത്തിലും കാണുന്നു. അനസ് ബിൻ മാലിക്കിനുണ്ട് തോട്ടം പലയിനം, സൂക്ഷിപ്പുകാരൻ വന്നു പറയുന്നൊരു ദിനം, ഉണങ്ങുന്നു തോട്ടവും വെള്ളമില്ലത് കൊണ്ട്, കാര്യങ്ങളും കുഴപ്പത്തിലായി വരുന്നുണ്ട്. തോട്ടക്കാവൽക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ തോട്ടൊക്കെ ഉണങ്ങിപ്പോണ്ടല്ലോ അനസേ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവർ കൈകെട്ടി നിസ്കരിക്കുന്നതായി, പിന്നീട് റബ്ബോടന്ന് പ്രാർത്ഥിക്കുന്നതായി. ക്ഷണമന്തരീക്ഷം ഇരുളടഞ്ഞതിൽ മേഘമായി, മഴയും അതിൽ നിന്നിട്ടതാ ചൊരിയുന്നതായി. പിന്നീട് കാര്യസ്ഥനെ വിളിച്ചിട്ടെന്താ സ്ഥിതിയെന്ന് അന്വേഷിച്ചു വരണം അന്ത. അത് കേട്ട് വേഗം തന്നെയാൾ പോകുന്നതായി. സുബ്ഹാന റബ്ബി വന്നുടൻ പറയുന്നതായി. മഴ പെയ്തു തങ്ങൾക്കുള്ള തോട്ടമിൽ മാത്രം, മറ്റുള്ളതിൽ പെയ്തില്ലിതെന്തൊരു ശാസ്ത്രം. ചുറ്റുഭാഗത്തൊന്നും മഴയില്ല. മഹാനായ വീരാനുരിയപ്പ കറാമത്ത് കാണിച്ചതുപോലെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എൻ്റെ തോട്ടത്തിൽ മാത്രം മഴ. അള്ളാഹ്ക്ക് ഭാഗത്തിരിക്കാണ് പരിപാടി, അപ്പോൾ തോട്ടം പിന്നെ അള്ളാഹ് നോക്കണ്ടേ. സുബ്ഹാന റബ്ബി വന്നുടൻ പറയുന്നതായി, മഴ പെയ്തു തങ്ങൾക്കുള്ള തോട്ടമിൽ മാത്രം, മറ്റുള്ളതിൽ പെയ്തില്ലിതെന്തൊരു ശാസ്ത്രം. അതാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനാണ് മറവ് ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സമ്മാനിച്ച വടി ഖബറിൽ വെക്കണം എന്ന് പറഞ്ഞത് അല്ലേ. അള്ളാഹിൻ്റെ റസൂൽ സാധാരണക്കാരനല്ല എന്ന് ഇന്ന് തന്നെ മനസ്സിലാക്കാൻ വെക്കാം.